ഓം ശാന്തി. 27/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദേവതകളെക്കാളും ഉത്തമമായ മംഗളകാരിയായ ജന്മം നിങ്ങൾ ബ്രാഹ്മണരുടേതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് ബാബയുടെ സഹായികൾ ആകുന്നത്. മുഴുവൻ കൽപ്പത്തിലും നോക്കിയാൽ ഏറ്റവും മികച്ച ജന്മമായി കാണുന്നത് ദേവതകളുടെ ജന്മമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. ആത്മാവും അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിലാണ്. എന്നിരുന്നാലും ബാബ പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ മംഗളകാരിയായ ജന്മം ഈ ബ്രാഹ്മണ ജന്മം തന്നെയാണ്. കാരണം ഈ ഒരു ബ്രാഹ്മണ ജന്മത്തിൻ്റെ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് മുഴുവൻ കൽപ്പവും കാണാൻ സാധിക്കും. അതായത് നാം എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്, നാം എവിടെ നിന്നാണ് വന്നത്, നമ്മുടെ യാത്ര എന്തായിരുന്നു എന്ന എല്ലാ അറിവും നമ്മൾക്ക് ലഭിക്കുന്നത് ഈ സമയത്താണ്. അതിനോടൊപ്പം നമ്മുടെ പരമപിതാവായ പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്താനും ആ ഈശ്വരൻ്റെ സന്താനമായി ഈശ്വരൻ പഠിപ്പിക്കുന്ന പഠിത്തം പഠിച്ച് ഈശ്വരൻ കാട്ടുന്ന വഴിയിലൂടെ നടന്ന് ഏറ്റവും ഉത്തമമാകാനുള്ള, ഈശ്വരനിൽ നിന്ന് സ്വയം പാലന എടുക്കാനുള്ള സൗഭാഗ്യം ഈ ഒരു സംഗമത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് ഈ സമയത്ത് നാം ഭഗവാന്റെ സഹായികളും ആകുന്നു. അതിനാൽ ദേവതാ ജന്മത്തെക്കാൾ ഉയർന്നതാണ് ഇപ്പോഴത്തെ ഈ ബ്രാഹ്മണ ജന്മം. ചോദ്യം: ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയ്ക്ക് ഏത് സഹായം ചെയ്തു കൊടുക്കുന്നു? സഹായിയായ കുട്ടികൾക്ക് ബാബ എന്ത് പ്രൈസ് നൽകുന്നു? ഉത്തരം: ബാബ പ്യൂരിറ്റി പീസിൻ്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. നമ്മൾ ബാബയ്ക്ക് പ്യൂരിറ്റിയുടെ സഹായം ചെയ്തു കൊടുക്കുന്നു. ബാബ ഈ യജ്ഞം രചിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംരക്ഷണം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ബാബ നമ്മൾക്ക് പ്രൈസ് നൽകുന്നു. സംഗമത്തിൽ തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രൈസ് ലഭിക്കുന്നത്. നമ്മൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നവരായ ത്രികാലദർശികളാകുന്നു. ഭാവിയിൽ സിംഹാസനസ്ഥരും ആകുന്നു. ഇത് തന്നെയാണ് പ്രൈസ്. നമ്മൾ ബാബയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായമാണ് നമ്മുടെ പവിത്രത. നാം എത്രത്തോളം പവിത്രത പാലിക്കുന്നു, അത് ഉയർത്തിക്കൊണ്ടുവരുന്നു, അത്രയും നാം ബാബയെ സഹായിക്കുകയാണ്, ലോകത്തെ സഹായിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ബാബയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായം. കാരണം ബാബ ശാന്തിയും സമാധാനവും പവിത്രതയും നിറഞ്ഞ രാജ്യം സ്ഥാപിക്കുകയാണ്. ആ ഒരു സ്ഥാപനയ്ക്കായി ബാബ യജ്ഞം രചിച്ചിട്ടുണ്ട്. നമ്മൾ ആ യജ്ഞത്തെ സംരക്ഷിക്കുന്നു, ആ യജ്ഞത്തെ പരിപാലിച്ചു കൊണ്ടു പോകുന്നു. ഇതിനാൽ ബാബ നമ്മൾക്ക് വലിയ സമ്മാനം നൽകുന്നു. 2 സമ്മാനമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഒന്നാണ് ഈ മുഴുവൻ സൃഷ്ടിയുടെയും രഹസ്യം നമ്മൾക്ക് ബാബ പറഞ്ഞു തരുന്നു. ആദിയിൽ എന്താണ്, അത് ഏത് തരത്തിലൂടെ മുന്നോട്ട് പോകുന്നു, അന്തിമത്തിൽ എന്താകും, ഇതെല്ലാം അറിയുന്ന ത്രികാലദർശികളാകാൻ ഈ ഒരു സമയത്ത് മാത്രമേ സാധിക്കുള്ളൂ. ഇത് ബാബ നമ്മൾക്ക് നൽകുന്ന വലിയ ഒരു പ്രൈസാണ്. ഈ പ്രൈസ് എത്രത്തോളം നാം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നാം ഭാവിയിലെ ചക്രവർത്തി പദവിക്കും അധികാരിയാകുന്നു. ഭാവിയിലെ ചക്രവർത്തി പദവി എന്നതും ബാബ നൽകുന്ന പ്രൈസാണ്. ഇപ്രകാരം വളരെ വലിയ സമ്മാനമാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. ഗീതം: പിതാവും മാതാവും സഹായിയും സ്വാമിയും സഖാവും അങ്ങ് തന്നെയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പരിധിയില്ലാത്ത ലോകത്തെ ഹൃദയം കൊണ്ട് സന്യസിച്ച് തൻ്റെ മമത്വം മാറ്റിയെടുക്കണം. ഈ ലോകത്തോട് മനസ്സ് വയ്ക്കരുത്. 2. ബാബയുടെ സഹായിയായി പ്രൈസ് എടുക്കുന്നതിന് 1. അശരീരിയാകണം, 2.
പവിത്രമാകണം. 3 സ്വദർശന ചക്രം കറക്കണം. 4 സ്വീറ്റ് ഹോം, സ്വീറ്റ് രാജധാനിയെ ഓർമ്മിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പരിധിയില്ലാത്ത ലോകം നശിക്കാൻ പോവുകയാണ്. നശിക്കാൻ പോകുന്ന ഈ ലോകത്തിൽ ഹൃദയം വെക്കരുത്, മനസ്സ് വെക്കരുത്. മനസ്സ് വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളിൽ മനസ്സ് പെട്ടുപോകും. പിന്നെ ഈ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പാടായിരിക്കും. അതിനാൽ ഈ ലോകത്തിനോടുള്ള മമത്വത്തെ ത്യജിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയുടെ സഹായിയായി പ്രൈസ് എടുക്കുന്നതിന് 4 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് അശരീരി ആകണം. നാം അശരീരിയായാണ് വന്നത്, തിരിച്ചു പോകേണ്ടതും അശരീരിയായാണ്. നാം അശരീരി ആത്മാവാണ്. ഇതെത്രത്തോളം നാം പ്രാക്ടീസ് ചെയ്യുമോ അത്രയും ആ സ്ഥിതിയിൽ എത്തിച്ചേരും. ഈ സ്ഥിതിയിൽ എത്തുന്നതിലൂടെ ബാബയിൽ നിന്ന് പ്രൈസ് എടുക്കാൻ സാധിക്കും. രണ്ടാമത്തേത് പവിത്രമാകണം. പവിത്രതയാണ് നാം ബാബയ്ക്കും ലോകത്തിനും കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായം. ഇതെത്രത്തോളം നിരന്തരമായിരിക്കുമോ, എത്രത്തോളം ഗഹനമായിരിക്കുമോ അത്രയും നാം പ്രൈസിന് അധികാരിയാകുന്നു. മൂന്നാമത്തേത് സ്വദർശന ചക്രം കറക്കുക. ഈ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് നാം എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം ഈ സൃഷ്ടി നാടകത്തെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആരാണോ ഈ സൃഷ്ടി ചക്രത്തെ കറക്കുന്നത് അവരാണ് ഭാവിയിൽ ചക്രവർത്തി പദവി എടുക്കുന്നത്. ഇത് തന്നെയാണ് ബാബയുടെ പ്രൈസ്. നാലാമത്തേത്, നാം നിരന്തരം നമ്മുടെ മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ഓർക്കണം. ഇന്നത്തെ കാലത്ത് വിനാശ സമയത്ത് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ലക്ഷ്യത്തിലാക്കുന്നതിനാണ് ബാബ ഈ ലക്ഷ്യം നമ്മൾക്ക് തരുന്നത്. നാം വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്, അതിനോടൊപ്പം സത്യയുഗത്തിലേക്കും പോവാൻ പോവുകയാണ്. ഈ ഓർമ്മയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലോ ദുഃഖത്തിലോ നാം പെട്ടുപോകില്ല. ഈ 4 കാര്യങ്ങളിലൂടെയാണ് നാം ബാബയിൽ നിന്ന് സമ്മാനം എടുക്കുന്നത്. വരദാനം: വിശേഷതകളെ മുന്നിൽ വച്ച് സദാ സന്തോഷപൂർവം മുന്നേറുന്ന നിശ്ചയബുദ്ധി വിജയീ രത്നമായി ഭവിക്കട്ടെ. തൻ്റെ വിശേഷതകളെ മുന്നിൽ വയ്ക്കൂ, കുറവുകളെ അല്ല. എങ്കിൽ സ്വയം തന്നിൽ വിശ്വാസമുണ്ടാകും. കുറവിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത്. എങ്കിൽ സന്തോഷത്തോടെ മുന്നേറാൻ സാധിക്കും. ഈ നിശ്ചയം വയ്ക്കൂ, ബാബ സർവശക്തിവാനാണ്. ആ സർവശക്തിവാന്റെ കൈ പിടിക്കുന്നവർ മറുകര എത്തുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സദാ നിശ്ചയബുദ്ധി വിജയീ രത്നമാകുന്നു. സ്വയം തന്നിൽ വിശ്വാസം, ബാബയിൽ വിശ്വാസം, ഡ്രാമയുടെ ഓരോ സീൻ കണ്ടുകൊണ്ടും അതിലും പൂർണ്ണമായി വിശ്വാസമുണ്ടെങ്കിൽ വിജയിയായി തീരും. 4 വിശ്വാസമുണ്ട്: സ്വയം തന്നിൽ, ബാബയിൽ, ഡ്രാമയിൽ, ബ്രാഹ്മണ പരിവാരത്തിൽ. ഇതിൽ ഇന്നത്തെ വരദാനത്തിൽ ബാബ ആദ്യത്തെ വിശ്വാസത്തിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നാം സ്വയം നമ്മെ വിശ്വസിക്കുക? നമ്മളിൽ എങ്ങനെയാണ് ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മളുടെ എന്താണോ വിശേഷത അതിനെ മുന്നിൽ വയ്ക്കുക. അതിനെ മുന്നിൽ വയ്ക്കുന്നതിലൂടെ ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നേറാൻ സാധിക്കും. എത്രത്തോളം മുന്നേറുന്നുവോ അത്രയും നമ്മൾക്ക് മറ്റ് പിടിവള്ളികളും കിട്ടും. അതിലൂടെയാണ് നാം അക്കരെ എത്തേണ്ടത്. തീർച്ചയായും ദുർബലതകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതിനെ മാറ്റുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. എന്നാൽ അവയെ ഒരിക്കലും മുന്നിൽ വയ്ക്കരുത്. കുറവുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് പറ്റിയിട്ടുള്ള പിഴവുകളും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതിനെ അല്ല നാം മുന്നിൽ വയ്ക്കേണ്ടത്. നമ്മളുടെ കുറവുകൾക്കനുസരിച്ചല്ല നാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ആരാണോ നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ മുന്നേറുന്നത് അവർക്കാണ് സന്തോഷത്തോടെ മുന്നേറാൻ സാധിക്കുന്നത്. അവരാണ് വിജയിയാകുന്നത്.
സ്ലോഗൻ: പ്യൂരിറ്റിയുടെ റോയൽറ്റിയിലിരിക്കൂ, എങ്കിൽ പരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഓം ശാന്തി.